2026 തുടങ്ങിയില്ലേ? ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും എന്നെ പോലെ തന്നെ കഴിഞ്ഞ വർഷമോ പോയി, ഈ വർഷമെങ്കിലും നല്ലവണ്ണം പഠിക്കണം, എല്ലാം നല്ല ഓർഗനൈസ് ചെയ്യണം, അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ചിലവർക്കൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണും, ഓർഗനൈസർ, ടു ഡു ലിസ്റ്റ്, പേഴ്സണൽ ഡയറി എന്നൊക്കെ മാറ്റി മാറ്റി വിളിക്കുന്ന സാധനം തന്നെ. അപ്പോഴെങ്ങനെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ 3 കാർഡ്ബോർഡ് വേണം, 2 വലുതും 1 കുഞ്ഞതും. വലിയ കാർഡ്ബോർഡിന്റെ 2 അറ്റം 12 സെന്റിമീറ്ററും 16 സെന്റിമീറ്ററും ആയിരിക്കണം. കൊച്ചു കാർഡ്ബോർഡിന്റെ 2 അറ്റം 2 സെന്റിമീറ്ററും 16 സെന്റിമീറ്ററും ആയിരിക്കണം. ഈ 2 വലിയ കാർഡ്ബോർഡുകളും കൊച്ചു കാർഡ്ബോർഡിന്റെ അടുത്തുനിന്ന് കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഒരു A4 ഷീറ്റിൽ നമ്മളത് ഒട്ടിച്ചു വെക്കണം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡാണ്. നിങ്ങൾക്ക് പഴയ ബുക്കിന്റെ കാർഡ്ബോർഡ് ആണെങ്കിലും എടുക്കാം. കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ മടക്കാനൊക്കെ പാടായിരിക്കും. വീഡിയോയിൽ മാർക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെ കോർണേഴ്സും പിന്നെ ജോയിൻറ്റിൻ്റെ അവിടെയുള്ള ഭാഗവും ഒന്ന് വെട്ടിക്കൊടുക്കണം. ഇങ്ങനെ വെട്ടുന്നത് നമ്മൾ ഈ കാർഡ്ബോർഡിലോട്ട് പേപ്പർ ഒട്ടിക്കുമ്പോൾ അവിടെ ഇവിടെയും കൂടുതൽ കട്ടിക്കൊന്നും തോന്നിക്കാതെ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വരാനായിട്ട് സഹായിക്കും. നമ്മൾ സ്കൂളിലേക്ക് ബുക്ക് പൊതിയത്തില്ലേ, അതേപോലെ, പക്ഷെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിയും ഒരു A4 ഷീറ്റ് ഈ കിട്ടിയിരിക്കുന്ന കാർഡ്ബോർഡിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ബാക്കി വരുന്ന അറ്റങ്ങളും കൂടെ ഒന്ന് വെട്ടിക്കൊടുത്താൽ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഔട്ടർ കവർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ, അതിനായി ഞാനിവിടെ 2 കളറിലെ പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ കേർവ് ഷേപ്പിൽ വെട്ടി വെട്ടി എടുക്കണം. ഇതുപോലെ കുറേ പേപ്പർ നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ കേർവായിട്ടുള്ള ഭാഗത്ത് ഗം തേച്ചിട്ട് അടുത്ത കളർ പേപ്പർ അതിന് മണ്ടയ്ക്കായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം. അങ്ങനെ ഓരോരോ കളറും മാറ്റി മാറ്റി നമുക്ക് ഒട്ടിക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നോക്കി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു 10-20 പേപ്പർ ഒട്ടിച്ചൊട്ടിച്ച് ഒരു ഷീറ്റ് പോലെ ആക്കണം. അങ്ങനെ 2 ഷീറ്റ് പേപ്പർ വേണം. 2 ഷീറ്റ് പേപ്പർ കിട്ടിയല്ലോ, അതിൽ ഒരു ഷീറ്റ് എടുത്തിട്ട് ഫ്രണ്ടിലത്തെ കാർഡ്ബോർഡിൽ ഗം തേച്ചിട്ടൊന്ന് ഒട്ടിക്കണം. പിന്നെ അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതുപോലെ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇനി പുറകിലും ചെയ്യണം. അതിനായിട്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതുപോലെ എല്ലാ ഭാഗത്തും ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് എക്സസ് ആയിട്ടുള്ളത് വെട്ടിക്കളയണം. പിന്നെ നടുക്കത്തേന് ഒരു ഡാർക്ക് കളർ പേപ്പറും ലൈറ്റ് കളർ പേപ്പറും കൂടെ ഒന്നിച്ച് വെച്ചാലും ഞാൻ ആദ്യം ഒട്ടിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ സൈഡിലും കൂടെ ഒരു ഡാർക്ക് കളർ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഒട്ടിച്ചേക്കുന്നത്. ഗമ്മ് എല്ലാ ഭാഗത്തും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ തേച്ച് ഒട്ടിക്കണം. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒന്ന് ഡയറി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെഡ് മാർക്കർ വെച്ച് ഡയറിയിൽ നിന്ന് എഴുതുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒന്ന് ഒട്ടിച്ച് നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ എൻ്റെ ID കാർഡൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഞാൻ ആ സമയം എന്തോത്തിനോ വേണ്ടി എടുത്തു വെച്ചതാണ്. നമ്മുടെ ഡയറി തുറന്നു പോകത്തില്ലേ, അതിന് വേണ്ടിയിട്ട് 2 ബട്ടൺസ് വീതം ഓരോ സൈഡിലും ഒന്ന് നമ്മൾ തയ്ച്ചു വെക്കുന്നുണ്ട്. ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ബട്ടൻ്റെ ഹോൾസ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കിഴിച്ചു കൊടുക്കണം. സാധാ തയ്ക്കുന്ന സൂചിയൊക്കെ വെച്ചിട്ട് കുത്തുവാണെങ്കിൽ സൂചി ഒടിഞ്ഞു പോകും. നല്ലവണ്ണം നോർമലായിട്ട് തുണിയെ തയ്ക്കുന്ന പോലെ തന്നെ അങ്ങ് കാർഡ്ബോർഡിൽ തയ്ച്ചാൽ മതി. ഇനിയും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഒന്ന് ഇതാക്കണം. ഇത് ഇങ്ങനെ കെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെക്കുവാണെങ്കിൽ റബ്ബർ ബാൻഡ് പെട്ടെന്ന് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ബാക്ക് സൈഡിലാണ് ഇങ്ങനെ കെട്ടേണ്ടത്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ജസ്റ്റ് നോർമലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ഒക്കെ ആയിരിക്കും, പക്ഷെ നോക്കി ചെയ്താൽ മതി, എല്ലാം കറക്റ്റാവും. നമ്മൾ ബുക്കാണ് ഉണ്ടാക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇങ്ങനെ പീസായിട്ടുള്ള പേപ്പർ കുറേ ഉണ്ടായിരുന്നു, അത് നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും. അത് ഇല്ലയെന്ന് വെച്ച് നിങ്ങൾ മേടിക്കണ്ട. ഒരു A4 ഷീറ്റ് മടക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ കാണിക്കാം. ഒരു A4 ഷീറ്റ് ദണ്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സൈഡിൻ്റെ സെയിം അളവ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്ന പേപ്പറിനും. ടോട്ടൽ ഈ സൈസുള്ള 15 പേപ്പർ വേണം എടുക്കാൻ. നിങ്ങൾ ഈ പേപ്പറെല്ലാം ഒന്ന് നടുക്കൂടെ മടക്കി ഒന്ന് എടുക്കണം. ഇതുപോലെ എല്ലാ പേപ്പറും മടക്കിയെടുക്കണം. എല്ലാ പേപ്പറും മടക്കിയിട്ട് ഒന്ന് നൂർത്ത് ഒന്നൊന്നിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ 2 അറ്റത്തും നടുക്കുമായിട്ടൊന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ സ്റ്റാപ്ലർ അടിക്കുമ്പോൾ
വരുന്ന ആ ഒരു സൈഡിൽ ഗ്യാപ്പിൽ നമ്മളൊന്ന് ഒരേ അളവിലൊന്ന് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു 1.5 ആ ഒരു അളവാണ്, അത് 1.5 സെൻറ്റിമീറ്റർ ആ ഒരു അളവാണ് അളക്കുന്നത്. രണ്ടും ഈക്വലായിട്ട് അളക്കാൻ പറഞ്ഞത് നമുക്കൊന്നും കൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ വേറൊരു പേപ്പറിൽ ചുമ്മാ ഒരളവിൽ വെച്ച് എല്ലാം കുളമായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് ചെയ്യാൻ പറയുന്നത്. എന്നിട്ടൊരു നമ്മൾ സേഫ്റ്റി പിൻ വെച്ച് തന്നെ കുത്തണേ. കാരണം മുമ്പേ പറഞ്ഞ പോലെ തന്നെ സൂചി ഇട്ട് കുത്തിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. എൻ്റെ പൊട്ടിപ്പോയി. അതുകൊണ്ട് സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് ഹോളൊന്ന് ഉണ്ടാക്കണം. നമ്മൾ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരുന്ന ഇതിൽ കൂടാണ് ഇനിയും നമ്മൾ തയ്ക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ 2 ബുക്കിലും ഇതാക്കണം. പറയാൻ വിട്ടുപോയി, 2 ബുക്കും വേണം കേട്ടോ. നമ്മൾ ഇനിയും ഇത് തയ്ക്കാൻ പോവാം. നമ്മൾ ആ എടുത്തിരിക്കുന്ന അളവൊന്ന് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ബുക്ക് പ്ലേസ് ചെയ്തിട്ട് എവിടെയാണോ വേണ്ടത് അവിടോട്ടൊന്ന് ബുക്ക് വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്താൽ മതി. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ എടുത്ത അളവൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയിന്ന്. അതാ ഈ കാണുന്നത് കയറി ഇറങ്ങിയൊക്കെ. പിന്നെ നിങ്ങളെ കാണിച്ചെന്ന ബുക്കിലും ഞാൻ ചെയ്തതൊക്കെ ആയിരുന്നു. പക്ഷേ ഈ കാർഡ്ബോർഡിലോട്ട് വെച്ചപ്പോൾ ഞാൻ വരച്ചത് അളവൊന്ന് മാറിപ്പോയി, മണ്ടയ്ക്കോട്ടായിപ്പോയി, ചിലത് താഴോട്ടും ആയിപ്പോയി. അതാ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഞാനത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പെൻസിലിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ചുമ്മാ അതും ഇതും പറഞ്ഞെല്ലാം കൺഫ്യൂസ് ആക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. ബുക്കിലിട്ട ഹോള് അതേപോലെ തന്നെ ബുക്ക് കാർഡ്ബോർഡിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ആ ഹോളിന് നേരെ ഒന്ന് ജസ്റ്റ് പെൻസിൽ വെച്ച് കാർഡ്ബോർഡിൽ മാർക്ക് ചെയ്യാം. പിന്നെ അതും ഒന്ന് ഹോളിട്ടിട്ട് സൂചിയും നൂലും വെച്ചിട്ട് നോർമൽ തുണി തയ്ക്കുന്ന പോലെ കൈ കൊണ്ട് തയ്ച്ചെടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഈ 2 ബുക്ക് നല്ലവണ്ണം തയ്ച്ച് ഒന്ന് കെട്ടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലവണ്ണം കെട്ടിടണം. അത് കെട്ട് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ബുക്കിങ് കൈ വരും. അതുപോലെ നല്ലവണ്ണം അതുകൊണ്ട് കെട്ടിടണം. താഴെയും മണ്ടയ്ക്കും കെട്ടിട്ട് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ മണ്ടയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതേപോലെ തന്നെ താഴെയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ നടുക്കത്തെ പേപ്പർ ഒട്ടിച്ചില്ലേ, അത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ നൂല് അതുപോലെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഞാനതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാവുന്നു ഓർക്കുന്നത്. അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒട്ടിച്ചാൽ മതിയായിരുന്നല്ലോ. പക്ഷെ കുഴപ്പമില്ല, വലിയായിട്ടൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. നമ്മളത് തയ്ച്ചേക്കുന്നത് വൃത്തിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണാൻ. ഈ ബുക്കൊക്കെ ഒന്ന് ഇങ്ങനെ തുറന്നൊക്കെ വരും. അത് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് വല്ല വെയിറ്റ് ഇതിന് മണ്ടയ്ക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഓക്കെ ആയിക്കോളും. അപ്പം നമ്മളെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഡയറി ഔട്ടർ കവറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിലും എഡിറ്റിങ്ങിലും എല്ലാം അതിൻ്റേതായ തെറ്റുണ്ട്. എന്നാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. ഇനി നമ്മൾ മെമ്മോ പാഡും ടു ഡു ലിസ്റ്റുമാണ് ചെയ്യുന്നത്. മെമ്മോ പാഡിനായിട്ട് ഞാൻ കുറച്ച് എളുപ്പമായിട്ടുള്ള കുറച്ച് ഡിസൈൻസാണ് ചെയ്യുന്നത്. ഇതെനിക്ക് ഈസി എന്നും പിന്നെ ക്യൂട്ടെന്നും ഒക്കെ തോന്നിയത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്യാം. ഈ ആദ്യത്തെ ഡിസൈനിനായിട്ട് 2 ബോയ് ഒന്ന് മണ്ടയ്ക്കും താരയുമായിട്ട് വരച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ജോയിൻ ചെയ്യുന്ന പോലെ ബോർഡർ ഒന്ന് കൊടുക്കണം. പിന്നെ റെഡ് സ്കെച്ച് വെച്ചിട്ടൊന്ന് കളർ കൊടുക്കണം. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പം നമ്മുടെ ഫസ്റ്റ് മെമ്മോ പാഡ് ഡിസൈൻ ഇതാണ്. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ A4 ഷീറ്റ് ഒന്ന് കുഞ്ഞതായിട്ട് ഒരേ സൈസിൽ മടക്കി എടുത്തിട്ട് വേണം ഇതൊക്കെ വരയ്ക്കാൻ. അത് അങ്ങനെ മടക്കി എടുക്കുവാണെങ്കിൽ എല്ലാ പേപ്പറും ഈക്വലായിട്ട് കിട്ടും. പിന്നെ അതൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആ ഒരു ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി. ഇനി രണ്ടാമത്തെ ഡിസൈൻ ഒരു ഹണി ബീയുടെയാണ്. ജസ്റ്റ് ഒരു ഹണി ബീ ഒരു ഓവൽ പോലത്തെ ഒരു ഷേപ്പ് വരച്ചിട്ട് ചിറക് കൊടുത്ത് കൊമ്പും കൊടുത്തിട്ടൊന്ന് പറക്കുന്ന രീതിയിൽ കുറച്ച് ഗ്യാപ്പിട്ട് കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ആദ്യം പ്ലെയിനായിട്ടായിരുന്നു ഇട്ടത്. പിന്നെ എനിക്കത് ഭയങ്കര എന്തോ ഒരു ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ മഞ്ഞ സ്കെച്ച് വെച്ചിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഇതും തീരും. തേർഡ് മെമ്മോ പാഡിൻ്റെ ഡിസൈനിന് ഒരു സ്ട്രോബെറി വരയ്ക്കുക. പിന്നെ കുറച്ച് കുത്ത് അവിടെ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അതും ഒരു ബോർഡർ പോലെ ജസ്റ്റ് കേർവായിട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഡിസൈനും തീർന്നു.
അടുത്ത നമ്മുടെ ഒരു ടു ഡു ലിസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്രൗൺ സ്കെച്ച് വെച്ചിട്ട് ബോർഡറായിട്ട് ഡോട്ട് പോലെ ഇങ്ങനെ ഗ്യാപ്പ് വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കണം ലൈൻസ് ആയിട്ട്. അത് കൈ വെച്ചിട്ട് ഫ്രീ ഹാൻഡ് ഡിസൈൻ പോലെ വരച്ച് കൊടുത്താൽ മതി. വണ്ണവും വലിയായിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് ഫ്രീ ഹാൻഡ് പോലെ അങ്ങ് വരച്ചെടുത്താൽ മതി. പിന്നെ ഒരു ഗ്ലിറ്റർ പെൻ എടുത്തിട്ട് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ പേനയാണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പിന്നെ ഒരു റെഡ് പെന്ന് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ് കുറച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ലൈനൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കത്തില്ലേ, അത് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്യൂട്ടായിട്ട് ഹാർട്ട് ഇട്ട് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് ആ ഹാർട്ടിന് നേരെ വരയൊന്ന് വരച്ചു കൊടുക്കണം. ആ വരയുടെ മണ്ടയ്ക്കായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് റെഡിയാവും. ഇനിയും ചെയ്യുന്ന ഒരു പ്ലാനർ പോലത്തെ ഒരു ഇതാണ്, കാർഡ് പോലെ വരുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇന്ന കാര്യം ചെയ്യണം, അതിപ്പോൾ റൂം ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ട് നമുക്ക് ചെയ്തോ ഇല്ലയോ എന്നൊരിതായിട്ട് ടിക്ക് ഇട്ട് കൊടുക്കണം. അത് ഡെയിലി പ്ലാനറിൻ്റെ ഒരിത് തന്നെ, ഡെയിലി പ്ലാനർ തന്നെ, പക്ഷെ വേറെ രീതിയിൽ ടിക്ക് അല്ലെങ്കിൽ റോങ് എന്നുള്ള രീതിയിൽ ചുമ്മാ വേറെ ഡിസൈൻ പോലെ ആക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഓരോ ഡേയ്സിലും ചെയ്യാനുള്ള പ്ലാന് എഴുതി വെക്കണം. പിന്നെ ചെയ്തോ ഇല്ലയോ എന്നൊന്ന് ടിക്ക് അല്ലെങ്കിൽ ക്രോസ് ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ സ്കെച്ച് വെച്ചിട്ട് ഒരു ടിക്ക് വരയ്ക്കണം. പിന്നെ ഒരു ഹാഷ് പോലെ വരച്ചിട്ട് പിന്നെ ഒരു ക്രോസ് റെഡ് പെന്ന് വെച്ചിട്ട് വരച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് കോളമായിട്ട് ടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കോളമായിട്ട് നിരത്തി വരച്ചിട്ട് അതിന് നേരെ ഒരു ലൈൻ വരച്ച് കൊടുത്താൽ മതി. അതേ സാധനങ്ങൾ എഴുതാനായിട്ടുള്ള ഈ ബോക്സ് വരയ്ക്കുന്നതും ലൈൻ വരയ്ക്കുന്നതും ഒക്കെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് വേണം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഡെയിലി പ്ലാനറും കംപ്ലീറ്റ് ആവും. ഇനി ഈ വരച്ച മെമ്മോ പാഡൊക്കെ വീൽ ഓഫ് ആയി വരുന്നത് പോലെ ആവാൻ വേണ്ടിയിട്ട് ഗമ്മ് തേച്ച് കൊടുക്കണം. ഗമ്മ് എടുക്കുമ്പോൾ വൈറ്റ് ഗ്ലൂ ആണ് എടുക്കേണ്ടത്. കാരണം നോർമൽ ഗ്ലൂവിനെക്കാട്ടിലും വൈറ്റ് കളറിലുള്ള ഗ്ലൂ ആണ് കുറച്ചും കൂടെ നല്ലവണ്ണം പീൽ ഓഫ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടഭാഗത്തായിട്ടായിരിക്കണം ഗമ്മ് തേച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഈ സ്ട്രോബെറിയുടെയും ഹണി ബീയുടെയും മണ്ടയ്ക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിനി എല്ലാത്തിൻ്റെയും മണ്ടയ്ക്കോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഗമ്മ് തേക്കുമ്പോൾ എല്ലാ ഭാഗത്തും പേപ്പർ കറക്റ്റായിട്ട് വരുന്ന പോലെ ഒന്ന് ടേബിളിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടഭാഗം നല്ലവണ്ണം ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഗമ്മ് നമ്മൾ തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ വല്ല ക്ലിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ പിടിക്കുകയായിരുന്നു ചെയ്യുന്നത്. ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇങ്ങനെ ഗമ്മൊന്ന് തേച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു പേപ്പറിൽ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ രണ്ടാമതൊരു കോട്ടും കൂടെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും മണ്ടയ്ക്ക് 2 പ്രാവശ്യം ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ്ട് ഞാൻ എല്ലാ മെമ്മോ പാഡിൻ്റെ മണ്ടയ്ക്ക് ഗമ്മ് തേച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗമ്മ് നല്ലവണ്ണം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കണം, അത് ഇളകി വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇളകി വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഗമ്മൊന്ന് കറക്റ്റായിട്ട് തേക്കണം. നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഞാനിവിടെ കാണിക്കുന്ന പോലെ അറേഞ്ച് ചെയ്ത് ഓരോ സ്പേസ് വിട്ട് ഞാനിവിടെ കാണിക്കുന്ന പോലെ മെമ്മോ പാഡ് ഓരോ സ്ഥലം സ്പേസ് പിന്നെ ഈ ടിക്കൊക്കെ ഇടുന്ന ആ പ്ലാനറും മെമ്മോ പാഡ് പിന്നെ ടു ഡു ലിസ്റ്റ് ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ഇതിൻ്റെയും മണ്ടയ്ക്കായിട്ട്
ജസ്റ്റ് ഒരു ലൈൻ പോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കൈവച്ചിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം മെമോ പാഡിൻ്റെയും ടു ഡു ലിസ്റ്റിൻ്റെ ഒക്കെ മണ്ടയ്ക്ക് ഇതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ട് അത് ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം. എല്ലാം ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്പേസ് കുറേ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാട്ട്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. രണ്ടും നമ്മളെല്ലാവരെയും ഇതായിട്ടുള്ള ഇത് ക്വാട്ട്സാണ്. കാരണം ഇപ്പം നമ്മൾ മിക്ക ആൾക്കാർ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് 1-2 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും, പിന്നെ അത് മൈൻഡോടും ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ചെയ്തെന്നുള്ള രീതിയിൽ കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടൊക്കെയാണ് എഴുതി വച്ചേക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇനിയും 3 സ്പേസും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 സ്പേസിൽ ഞാൻ ഒരു ക്യൂട്ട് സ്റ്റിക്കർ വീതം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റിക്കി നോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റിക്കി നോട്ട് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് കറക്റ്റായിട്ട് വർക്കായില്ല. അതിൻ്റെ ഗം ഓവറായിട്ട് പോയി, അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കീറിയൊക്കെ പോവായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള 2 സ്റ്റിക്കി നോട്ട് തന്നെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേ രണ്ടും പല സൈസായതുകൊണ്ട് ഞാൻ ഈക്വലായിട്ട് വരുന്ന പോലെ നടുക്കൂടൊക്കെ മടക്കിയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നിന് മേലെ ഒന്നായിട്ട് ഒട്ടിച്ച് അങ്ങനെ ജസ്റ്റായിട്ടങ്ങ് വെക്കുക. വേറൊന്നും ചെയ്യുന്നില്ല. സ്റ്റിക്കി നോട്ട് ഓൾറെഡി ഗമ്മൊക്കെ ഉള്ളതുകൊണ്ട് വേറൊന്നും ചെയ്യണ്ട. ജസ്റ്റ് കറക്റ്റ് ആയിട്ട് ഈക്വലായിട്ടുള്ള ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കുന്നതേ ഉള്ളൂ. ഈ ഡാർക്കിലോ കുഞ്ഞതായതുകൊണ്ട് ജസ്റ്റ് മിഡിലിൽ നിന്ന് മടക്കിയപ്പോൾ ആവശ്യമുള്ള ഒരളവ് കിട്ടി. പക്ഷേ ഈ ലൈറ്റ് കളറിലെ യെല്ലോ ആണെങ്കിൽ കുറച്ചും കൂടെ വലിയതായതുകൊണ്ട് അതിനെ 3ആയിട്ട് മടക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കി നോട്ട് ഇല്ലെങ്കിൽ നിങ്ങളവിടെ വേറെ വല്ലതും ചെയ്തിതാക്കിയാൽ മതി. സാധാരണ എല്ലാ ഡയറിക്കകത്ത് സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ടല്ലോ, ഞാനത് ചെയ്തിട്ടും വർക്കാവാഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ 2 ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സ്റ്റിക്കി നോട്ടിൻ്റെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ വല്ല വീഡിയോയ്ക്കകത്തൊക്കെ കുറേ വീഡിയോസ് ഉണ്ടല്ലോ സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ടാക്കുന്നത്, അതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇത് തന്നെ അങ്ങ് എടുത്തങ്ങ് ഒട്ടിക്കുക ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് ഈ 2 സ്റ്റിക്കി നോട്ടും ഒന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പല പല പാർട്സായിട്ടാണ് ഒട്ടിക്കുന്നത്. കാരണം ഇത് കറക്റ്റായിട്ട് അവിടെ കറക്റ്റ് അളവിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഒട്ടിച്ചിട്ട് പിന്നെ അടുത്ത് ഒട്ടിച്ച് അങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. സ്റ്റിക്കി നോട്ടും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ മുമ്പേ എഴുതിയ കോട്സിന് ചുറ്റിനും കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പേ 2 ക്യൂട്ട് സ്റ്റിക്കർ ഒട്ടിച്ചില്ലേ, അത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. അതാണിത്. എന്തുവാന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ച് പേപ്പറിലോട്ട് ഗൂഗിളിൽ നിന്നൊക്കെ പടം ഒക്കെ എടുത്തിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അത് പേപ്പർ മുമ്പേ നമ്മൾ മെമ്മോ ഉണ്ടാക്കിയതുപോലെ തന്നെ ഈക്വലായിട്ടുള്ള ഇതിൽ വേണം എടുക്കാൻ. പിന്നെ അതൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് 4 ഭാഗം ഒന്ന് കർവായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഗമ്മ് മുമ്പേ തേച്ചതുപോലെ തന്നെ തേച്ച് അത് മെമ്മോ പാഡ് പോലെ ഇങ്ങനെ ഇളകി വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തേച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ ഇതിൻ്റേത്. ഞാനിതുപോലെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഒരു ഗോസ്റ്റ് തീമും ഒരെണ്ണം ഒരു കരടി ആ ഒരു ടൈപ്പ് തീമുമാണ്.
ഇതാക്കി വെച്ചേക്കുന്നത്. ഞാൻ ആദ്യം ജസ്റ്റ് ചുമ്മാ ഒരു സ്റ്റിക്കർ പോലെ ബുക്കിൽ ഒട്ടിച്ചാണേലും പിന്നെ ആ സ്റ്റിക്കർ കണ്ടപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഒന്ന് ഉണ്ടാക്കിയാലോ എന്നൊരിത് തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ മുമ്പത്തെ പോലെ തന്നെ ഉണ്ടാക്കി ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഈ മുമ്പേ ഒട്ടിച്ച സ്റ്റിക്കറിൻ്റെ താഴെ മെമ്മോ എന്നും കൂടെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. 2 സ്റ്റിക്കറിൻ്റെയും മണ്ടയ്ക്കും താഴെയായിട്ട് മെമ്മോ എന്ന് എഴുതിയിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ മണ്ടഭാഗം മാത്രം വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉള്ളത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ബുക്കിൻ്റെ 2 തിരിക്കുമ്പോൾ അതിൻ്റെ നടുക്കൊരു സ്പേസ് പോലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് അവിടെ ഒരു പേന ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേനയുടെ റീഫില്ലർ എടുക്കണം. അതിൻ്റെ സെയിം അളവിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിലോട്ട് അറ്റത്തോട്ടൊന്ന് ഗമ്മ് തേച്ച് കൊടുക്കണം. എന്നിട്ട് ആ റീഫില്ലർ ഒന്ന് അതിൻ്റെ മണ്ടക്കോട്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ നോർമലായിട്ട് റോൾ ചെയ്ത് എടുക്കുന്ന പോലെ അങ്ങ് റീഫില്ലർ വെച്ചിട്ട് പേനയ്ക്കായിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. നല്ലവണ്ണം ഒട്ടുന്ന വല്ല പശ വേണം എടുക്കാൻ, അല്ലെങ്കിൽ അത് ഊരിന്ന് വരും. നമ്മൾ റീഫില്ലർ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് കറക്റ്റായിട്ട് അതേ സ്പേസ് ഒന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് വല്ലതും ഒന്ന് ഗമ്മ് തേച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ റോൾ ചെയ്ത് അവസാനമാകുമ്പോൾ മാത്രമേ ഗമ്മ് തേച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ ബാക്ക് സൈഡിലോട്ടൊന്ന് ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ക്യാപ്പ് എത്ര വേണോ അതിൻ്റെ ആ ഒരു ലെങ്ത്തിൽ ഒരു പേപ്പർ എടുത്തിട്ട് മുമ്പേ ചെയ്ത മെത്തേഡ് തന്നെ റീഫില്ലർ ഇല്ലെന്നേ ഉള്ളൂ ഗമ്മ് തേച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പേനയുടെ ആ ഒരു അളവിൽ ഒന്ന് പേപ്പറൊന്ന് റോൾ ചെയ്തെടുക്കണം. അത് ക്യാപ്പ് കയറുമ്പോൾ ടൈറ്റായിട്ടൊന്നും ഇരിക്കില്ലല്ലോ, അതുകൊണ്ട് പേനയുടെ സെയിം ആ ഒരു അളവ് കറക്റ്റായിട്ട് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. റോൾ ചെയ്തിട്ട് മുമ്പ് ഇതുപോലെ തന്നെ അവസാനമാകുമ്പോൾ ഒന്ന് ഗമ്മ് തേച്ച് കൊടുത്താൽ മതി. വീഡിയോയ്ക്കകത്ത് എൻ്റെ കൈ കാരണം അത് കാണുന്നില്ല, ജസ്റ്റ് റോൾ ചെയ്ത് കൊടുത്താൽ മതി മുമ്പ് ചെയ്തതുപോലെ, അത്രേ ഉള്ളൂ. ഈ ക്യാപ്പിൻ്റെ അറ്റത്തും കൂടെ ഒന്ന് ഗമ്മ് തേച്ച് കൊടുത്തിട്ട് ഒരു പേപ്പറിലോട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ പേനയുടെ ബാക്ക് സൈഡിലും ചെയ്തത്. അതേപോലെ തന്നെ ഈ ക്യാപ്പിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാപ്പും റെഡിയായി, പേനയും റെഡിയായി. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ആണ് ചെയ്യേണ്ടത്. ബുക്കിന് മാച്ചിങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു റെഡ് സ്കെച്ച് പെൻ വെച്ചിട്ട് കുറച്ച് ലവ് വരച്ച് കൊടുക്കുന്നതായിട്ടാണ്. വലിയ ടഫൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ലവ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതേപോലെ തന്നെ നമ്മൾ ക്യാപ്പയിലും പേനയിലും ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ഹാർട്ട് വരയ്ക്കുമ്പോൾ സ്പേസ് വിട്ട് വരയ്ക്കണം. അതായത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, വീഡിയോ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അതായത് ഒരു ലൈൻ മുഴുവൻ ആദ്യം സ്പേസ് വിട്ട് ഹാർട്ട് വരച്ച് കൊടുക്കുക. പിന്നെ അടുത്ത ലൈന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഹാർട്ട് വരയ്ക്കാഞ്ഞ ഒരു ഭാഗമില്ലേ, അതേ ഒരു സ്പേസ് ഉള്ള ആ ഭാഗത്തായിട്ട് വേണം ഇനി ഹാർട്ട് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നോക്കി ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ കൺഫ്യൂസ് ആവുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി. അങ്ങനെ ക്യാപ്പയിലും പേനയിലും അതേപോലെ തന്നെ ആയിരിക്കണം വരച്ച് കൊടുക്കുന്നത്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേനയും ശരിയായി, ക്യാപ്പും സെറ്റായി.
വോയിസ് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്നതിൻ്റെ ആയിട്ടുള്ള എല്ലാ തെറ്റുകളും ഒക്കെ ഉണ്ട്. അന്ന് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ അടുത്ത പ്രാവശ്യം ബെറ്ററായിട്ട് പറയാനൊക്കെ ശ്രമിക്കും. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും പിന്നെ ഈ വീഡിയോ എടുത്തേക്കുന്നതിൻ്റെയും എല്ലാം കുറേ തെറ്റുണ്ട്. ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ശ്രമിക്കുന്നുണ്ട് ബെറ്ററാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പേനയൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് വെച്ച് കൊടുക്കണം. ചുമ്മാ വെച്ചാൽ പോരല്ലോ, അത് ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടേ. അതിനായിട്ട് ഒരു മുമ്പേ ചെയ്ത ക്യാപ്പിന് റോൾ ചെയ്തെടുത്തേക്കുന്ന പോലെ ഒരു പേന കയറുന്ന രീതിയിൽ ഒരു റോള് ഉണ്ടാക്കിയെടുക്കണം. ആ റോളാണെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ആ ബുക്കിൻ്റെ ആ സൈഡിലോട്ട്. നമുക്ക് അപ്പോൾ പേന കയറ്റിയിടാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഈ റോള് ഇളക്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഗമ്മ്, നല്ലൊരു മുമ്പേ പറഞ്ഞാൽ നല്ലൊരു പവറുള്ളൊരു ഗമ്മ് എടുത്തൊട്ടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് B700 എന്ന് പറയുന്നൊരു ഗമ്മാണ്. അതിന് നല്ല പവറാണ്. അത്യാവശ്യം നല്ലവണ്ണം എല്ലാം ഒട്ടും. പ്ലാസ്റ്റിക് ആണെങ്കിലും തടിയാണെങ്കിലും എല്ലാം ഒട്ടും. അതുകൊണ്ട് ഞാനതാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. ഇതൊന്ന് റോളൊന്ന് നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് പേന കയറ്റാനും എടുക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. കറക്റ്റ് ആ ഒരു മിഡിൽ പോർഷനിലോട്ട് വെച്ചാലേ ബുക്കിൻ്റെ അവിടുത്തെ ആ സ്പേസ് ഒന്ന് കവറാകത്തുള്ളൂ. നമ്മുടെ ഡയറി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ഡയറിയുടെ ഫൈനൽ ലുക്കൊന്ന് കാണാം. പിന്നെ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി, ഞാനാണെങ്കിൽ മുമ്പ് വരച്ചെടുത്ത സ്റ്റിക്കേഴ്സിനകത്തു നിന്ന് 2 സ്റ്റിക്കർ ഡയറിയുടെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഡയറി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണുള്ളത്. നമുക്ക് ഈ പേന ഡയറിക്കകത്ത് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ഇനി ഡയറിയൊക്കെ ഉണ്ട്, പേന എന്ത് ചെയ്യും നമ്മളോട് തപ്പി നടക്കണ്ടല്ലോ. ഇപ്പോൾ പേനയുണ്ട്, ബുക്കുണ്ട്, മെമോ കാർഡും ഉണ്ട്, സ്റ്റിക്കി നോട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒറ്റൊരു ഡയറി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പോൾ സ്കൂളിൽ വല്ല ഹോംവർക്ക് വല്ലതും പറയുവാണെങ്കിലും ഏതെങ്കിലും ബുക്കിൻ്റെ പുറകെ എഴുതി വീട്ടിൽ വന്നിട്ട് അത് ഏത് ബുക്കാണെന്ന് പറഞ്ഞോട് തപ്പി തടഞ്ഞാൽ മൊത്തത്തിൽ അങ്ങനെ കുളവാക്കണ്ടല്ലോ. ഈ ഒരു ഡയറി ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമല്ലേ. ടീച്ചർ വല്ല ഹോംവർക്കോ നോട്ട് എഴുതി കൊണ്ടുപോകുക അങ്ങനെ വല്ല പറയുവാണെങ്കിൽ ഈ പേന ഒന്ന് എടുക്കുക, എഴുതി നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വീട്ടിൽ വന്നിട്ട് ഡയറി എടുത്തങ്ങ് നോക്കിയാൽ പോരെ. അപ്പം നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്ത് വെച്ച കാര്യം ചെയ്ത് കഴിയുവാണെങ്കിൽ ഈ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിയുമല്ലോ. നമുക്ക് പിന്നെ അടുത്ത ദിവസവും ആകുമ്പോൾ അടുത്ത ഇത് നോട്ട് ചെയ്ത് വെക്കാം, അങ്ങനെ ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് ഈ ഉള്ള വലിയ ബുക്കിനകത്ത് നമുക്ക് വലിയതായിട്ട് വല്ലതും എഴുതണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വലിയ കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണമല്ലോ, അല്ലെങ്കിൽ ഡയറി എഴുതണമല്ലോ, എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഈ ബുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ജോലി വല്ലതും ചെയ്യണമെങ്കിൽ ഈ പ്ലാനറിനകത്തോട്ടൊന്ന് എഴുതി വെക്കുക. അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ടിക്കറ്റ് ഇതാക്കുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഇപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്ന് ക്രോസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ പ്ലാനർ കൊണ്ട് നമുക്കെല്ലാം പ്ലാൻ ചെയ്ത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ടു ഡു ലിസ്റ്റിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു ഡയറി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ പ്ലാനറിനകത്ത് റൗണ്ട് ഇട്ട് വെച്ചേക്കുന്ന ഈ പെൻ ഹോൾഡർ DIY എന്നുള്ള ഇതാണ് നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഇത് കണ്ട് ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഡയറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.